ഞാനിതിൽ ടയർ വെച്ചിട്ട് അതിലാണ് അച്ചിങ്ങയും ആ ടയറിൽ തന്നെ കോവലും നട്ടു കൊടുത്തിട്ടുണ്ട്. അതിലുണ്ടായ അച്ചിങ്ങകളാണിത്. കോവൽ അതിൽ പിടിച്ചിട്ടുണ്ട്. അച്ചിങ്ങയാണ് ആദ്യം നട്ടത്. അപ്പം അതിലുണ്ടായിരിക്കുന്ന അച്ചിങ്ങയാണിത്. ടയറിലാകുമ്പോൾ വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതിലങ്ങ് കിടന്നോളും. കണ്ടോ, ടയറാണ് അതിൽ വച്ചിരിക്കുന്നത്. ടയറിൻ്റെ അകത്താണ് ഈ കോവൽ പിടിച്ചേക്കുന്നത്. ഇനി അതിന് വള്ളി കെട്ടി മുകളിലേക്ക് കൊടുക്കും. അച്ചിങ്ങ ഉണ്ടായി. അച്ചിങ്ങക്കുള്ള പന്തൽ ചെറുത്ത് ഒന്ന് ഇതാക്കി കൊടുത്തു. ഇത് മതിലയിൽ വെച്ചിരിക്കുന്ന എൻ്റെ മുളക് തൈകളാണ്. കണ്ടോ, അവിടെ ആകുമ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടും. അവർക്ക് ധാരാളം പൂക്കാനും കായ് പിടിക്കാനും ഒക്കെ സൗകര്യമാണ്, വെയിലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ മറ വരുമ്പോഴത്തേക്കും അവർക്ക് സൂര്യപ്രകാശം കൊടുക്കുന്നുണ്ട്. അതെല്ലാം പൂത്ത് നിൽക്കുകയാണ്, നന്നായിട്ട് ഉണ്ടാകുകയും ചെയ്യും. കണ്ടോ, നല്ലതായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. നല്ല ആരോഗ്യത്തോടെ വളരുകയും ചെയ്യും. നമ്മൾ ബോട്ടിലായിട്ട് നടന്നുകൊണ്ട് അതിലിടുന്ന വളങ്ങളെല്ലാം അതിൽ തന്നെ ഉണ്ടാവും. ഒരു സീലിംഗ് ചെയ്യുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അത് മതിലിൻ്റെ മീതെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ബോട്ടിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം മതിലിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീണ് മതിലിന് കേട് സംഭവിക്കില്ല. അങ്ങനെയാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എത്ര നാൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതിലിനൊരു കേടും സംഭവിക്കില്ല. സാധാരണ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവുമല്ലോ ഇങ്ങനെ കണ്ടിന്യൂസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സീൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സീൽ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, പാളി പോലെ ഇരിക്കുന്നത്, അതെടുത്ത് മതിലയിൽ വെച്ചാൽ മതി. അപ്പം മതിൽ വെള്ളമിറങ്ങി മതിൽ കേടാവത്തില്ല. ഇതെല്ലാം മുളക് തന്നെയാണ്. ഇതെല്ലാം പിന്നെ മതിലയിൽ മൊത്തം നിരത്തി, കാന്താരി മുളക് നിരത്തി വെച്ചിരിക്കുന്നത് മൊത്തം മുളകുകളാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മുളകൾ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. മതിലൊക്കെ വെറുതെ ഇട്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ചെയ്യാം. കണ്ട, ഇതേപോലെ ബോട്ടിൽ കണ്ട ഷീറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വെളുത്ത ഷീറ്റ്, അതിൻ്റെ മുകളിലാണ് ഞാൻ ബോട്ടിലുകൾ ഇറക്കി വെച്ചിട്ട് അതിലാണ് ഈ മുളക് തൈകൾ മൊത്തം നട്ടിരിക്കുന്നത്.